ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ തീർത്തും ഒരു തരംഗമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ഈ സിനിമയുടെ ആ ഒരു തരംഗം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് സിനിമ ഇറങ്ങി 40 ദിവസങ്ങൾ പിന്നിടുന്നു. 40 ദിവസങ്ങൾ പിന്നിടുന്ന ഒരു വലിയ കാര്യമല്ല. പക്ഷേ OTTയിൽ വന്നിട്ട് 10-15 ദിവസമാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. അങ്ങനെ OTTയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇന്നും നല്ല ലെവലിൽ ബുക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു റെക്കോർഡ് തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചെന്നൈ സിറ്റിയിൽ ഏകദേശം 30-ന് മുകളിലുള്ള ഷോകൾ ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതിനകത്തിൽ രാവിലെ തന്നെ നോക്കുമ്പോൾ 2-3 ഷോ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ഇത് കൂടുതലും ഈവനിംഗ് ഷോസ് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 1-2 ഷോകൾ മാത്രമാണ് നൂൺ ഷോസ് ഒക്കെ ഉള്ളത്. മാറ്റിനിയും അത് കഴിഞ്ഞ് നൈറ്റും അതേപോലെ തന്നെ ഉള്ള സെക്കൻഡ് ഷോസുമാണ് ഇവിടെ നമുക്ക് കൂടുതൽ കാണുന്നത്. അങ്ങനെയുള്ള ഷോകളെല്ലാം തന്നെ ഒരു 50% മുകളിൽ ഇന്ന് നമുക്ക് ഫില്ലിംഗ് ആണ്. അതായത് വ്യാഴാഴ്ചയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ശനി ഞായറിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയിരുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ദിവസം കൊണ്ട് സിനിമ OTTയിൽ പോയിട്ടും 1 കോടിക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്നും മാത്രമേ നേടി. അതായത് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയും അതേപോലെ തന്നെ കോയമ്പത്തൂരാണ്. ഇവിടെ രണ്ടിടത്തും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കഴിഞ്ഞ ശനി ഞായറുകളിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് ലഭിച്ചത്. അതായത് OTTയിൽ വന്നിട്ട് പോകുന്ന ഒരു അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്ന ഒരു സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന പ്രതികരണമാണ് നമ്മളത് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഏകദേശം 130 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനലായിട്ട് അല്ലെങ്കിൽ അവസാനമായി ഏകദേശം ഒരു 20 ദിവസങ്ങൾക്ക് മുമ്പ് അവർ നൽകിയ 111 കോടിയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കോടിക്കണക്കുകളല്ല, ഒരു നല്ല സിനിമ എന്നുള്ളത് നമ്മൾ തമിഴിലുള്ള നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു. അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നിയൊരു കാര്യം, സാധാരണക്കാരൻ്റെ സിനിമ തമിഴും തെലുങ്കും ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ തട്ടുപൊളിപ്പൻ സിനിമകളും വലിയ വലിയ ടീംസിൻ്റെ വലിയ ഒരു നമ്മൾ ചിന്തിക്കാത്ത ലെവലിലുള്ള ആളുകളുടെ കഥകളാണ് അതിനകത്തിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് സാധാരണക്കാരൻ്റെ സിനിമകൾ അങ്ങനെ വരാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ വളരെ താഴെ ലോ ലെവലിലുള്ള ആളുകളുടെയും അങ്ങനെ അവരുടെ കഷ്ടപ്പാടുകളുമൊക്കെ കാണിക്കുന്നു. വളരെ ഗ്രാമങ്ങളിൽ കഴിയുന്നവരുടെ അങ്ങനെയാണ്. പക്ഷേ ഒരു ഇടത്തരക്കാരൻ്റെ ഒരു മിഡിൽ ക്ലാസ് മെൻ്റെ കഥ അങ്ങും വരാറില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്തു. ഞാൻ 1-2 കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് നമ്മളുടെ കഥയാണ്, നമ്മളുടെ ലൈഫ് പോകുന്ന പോലെയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു പക്ഷേ 100 ദിവസം ഇത് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഓടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീഡിയോ സെഷനായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.